കളിക്കുന്നേ? നിന്റെ കൂട്ടുകാരനെ ബ്രേക്ക് ആക്കാൻ വേണ്ടിയാ. Very good, Imli. Keep it up. Yeah, super. എടാ നീ എന്തായി ചെയ്യുന്നേ? നീ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നാണ് ഇടിമേടിക്കുന്നേ. എടാ അവൾ നിന്റെ പുറകിലുണ്ട്. ഇംലി മത്സരം ജയിച്ചു. ഇംലി, ഐ എം സോറി. മനസ്സ് വെച്ചാൽ എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന് നീ എന്നെ ഇന്ന് പഠിപ്പിച്ചു. ഓഹോ, അവളോട് തോറ്റതും പോരാഞ്ഞിട്ട് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തോണ്ടിരിക്കുകയാണോ? നീ വെറുതെ എങ്ങനെ എന്റെ അഭിമാനം കളഞ്ഞു കുളിക്കാതെ. വൗ, എന്ത് നല്ല ഫൈറ്റ് ആയിരുന്നു. കണ്ടിട്ട് എനിക്ക് വിശപ്പ് വരെ വന്നു. വാ, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. Congratulations, Imli. Thank you, Veer. ഇനി നീ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവടാ? എന്നോട് കളിച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ കളി പഠിപ്പിക്കും. രക്ഷിക്കണേ, അയാൾ എന്റെ മുകളിലേക്കാണ് വരുന്നത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? അവിടെ നെറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാ താഴെ വീണത്? ഇവൻ കുറെ നേരമായി എന്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ട്. എടാ, നിന്റെ വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട് ദേ അവനെ പിടിക്കാൻ നോക്ക്. ഇവൻ ആള് ചില്ലറക്കാരനല്ല. ഹരി, ഹരി സർ, ഒരു പയ്യൻ അവിടെ വന്നായിരുന്നു. അവൻ ശരിക്കുള്ള സിംഹം ഇത് എവിടുന്ന് വന്നു? പ്ലീസ് എന്നെ ഈ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. കണ്ടിട്ട് അത് നിന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. പക്ഷേ ഒരു കാര്യം, നിങ്ങളെ മൃഗങ്ങളെയൊക്കെ കാട്ടിൽ കൊണ്ടുവിടുകയാണെങ്കിൽ രക്ഷിക്കാം. ഓക്കെ സർ, ഞാൻ ഇപ്പൊ തന്നെ ഇവരെയൊക്കെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം. ഉറപ്പാ. താങ്ക് യു ചുൾബുൾ. താങ്ക് യു വീർ. അപ്പൊ ചുൾബുൾ, നിന്റെ പ്ലാനിന് എന്താന്ന് പറ. ഇനി എന്റെ കൂട്ടുകാരുടെ കൂടെ കൂടി നേരെ വീട്ടിലേക്ക് ചെന്ന് വയറ് നിറച്ച് ക്യാരറ്റ് കഴിച്ചിട്ട് ഉറങ്ങാൻ എന്റെ പ്ലാൻ. താങ്ക് യു വെരി മച്ച് കൂട്ടുകാരെ. ചിന്റു, ചിന്റു,
എന്താ എന്തിനാ അങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എനിക്ക് ചുമരിനപ്പുറം പോണം. പക്ഷെ അത് എന്തിനാ? വാതിലുണ്ടല്ലോ പോവാൻ. പ്ലീസ് വീണ്ടും വരണേ, എനിക്കും മാജിക് പഠിക്കണം. അയാളാളെ കൊള്ളാലോ, ഭൂതത്തെ കണ്ടും പേടിച്ചില്ല. ഞാനൊരു അനാക്കോണ്ടയുടെ വേഷത്തിൽ അയാളുടെ അടുത്തേക്ക് പോവാം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, അയാൾ ഇവിടുന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടും. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, അനാക്കോണ്ട, ഭൂതം ഭൂതം, അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിന്റെ സ്കൂളിലുള്ള ഒരു ഭൂതമാണ്. നീ ആ സ്കൂൾ പൊളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. ഓ, നീ ഭൂതമായിരുന്നോ? നിന്റെ ഒരു കൂട്ടുകാരൻ കുറച്ചു നേരത്തെ വന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അനക്കൊണ്ട ആയിരിക്കുമെന്ന്. വെറുതെ ഞാൻ പേടിച്ചു. പേടിച്ചില്ലെങ്കിലേ നീ എന്റെ വയറ്റിലേക്കായിരിക്കും പോവുക. ഒരു മിനിറ്റ് അനക്കൊണ്ട ഭൂതമേ, ഞാൻ നിങ്ങളെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ പോവല്ലേ പ്ലീസ്, ഞാൻ എന്റെ കുട്ടികളെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ. അവർക്ക് നിന്നെ കണ്ട ഒരുപാട് സന്തോഷമാവും. ദേ കേൾക്കുന്നുണ്ടോ? ചിന്നു മുന്നു ബബുളിച്ചേട്ടനെ വിളിച്ചോണ്ട് വേഗം വാടാ. മതി, ഒന്ന് നിർത്ത്. ഞാൻ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഫോട്ടോ സെക്ഷന് വേണ്ടിയല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയധികം നാണം കെടുന്ന്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ലെന്ന്. എന്റെ മന്ത്രശക്തി എല്ലാം ഫെയിലായി പോയി. ജിണ്ടു, നീ വിഷമിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. നമ്മളിനി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. പ്രിൻസിപ്പൽ സാർ എന്താ എന്നെ കണ്ട് തിരിച്ചറിയാത്തെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് തന്നെയാ ഞാനും ആലോചിച്ചത്. നീ സ്കൂളിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അത്ര പെട്ടെന്നൊന്നും സാറ് മറന്നു പോകാൻ ഒരു വഴിയുമില്ല. സാറ് മാറിപ്പോയെന്നാ തോന്നുന്നേ. അതെ, മാറിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ള പ്രിൻസിപ്പൽ സാർ ആയിരിക്കില്ല, വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതിനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്ക് മുഴുവൻ പ്രശ്നമായിട്ടാ തോന്നുന്നേ. ജിണ്ടു, എന്നെ പ്രിൻസിപ്പൽ സാറിനെ പോലെയാക്ക്. ഞാൻ ആ ബിൽഡറിനോട് സംസാരിച്ച് സത്യം കണ്ടുപിടിക്കാം. ആ വീർ ഇതിനകത്ത് ഇല്ലല്ലോ. അവൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടോ? എന്താണാ ഇത്? നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കോടാ ചട്ടി തലയാ? പോയി അവനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാം. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വീറും എംലിയും ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇവിടെ പാർക്കിലും അവരില്ല. ഇവര് രണ്ടുപേരും ഇത് എവിടെ പോയി? അപ്പൂപ്പ, ഞങ്ങൾ ഇവിടെ ഒരു പൂവിനകത്ത് കുടുങ്ങി കിടക്കുക. അപ്പൂപ്പ പ്ലീസ് ഹെൽപ്പ്. ടിംബക്ടു ഞങ്ങളെ ഷ്രിങ്ക് ആക്കിയിരിക്കുക. പ്ലീസ് ഹെൽപ്പ് അപ്പൂപ്പ. വീർ, നിങ്ങൾ എവിടെയാണ്? എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൂപ്പന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അപ്പൂപ്പൻ പറയുന്നത് കേൾക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. വീർ, വീർ, നീ ഇതെവിടെയാണ്? വീർ, ടിംബക്ടു, നീ വീറിന് എന്താണ് ചെയ്തത്? വേഗം പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് പോലീസിന്റെ കയ്യിലേൽപ്പിക്കും. സോറി സോറി, എന്നെ പിടിച്ച് പോലീസിലൊന്നും കൊടുക്കല്ലേ. ഞാൻ വീറിനെ ഈ ഗൺ ഉപയോഗിച്ച് ചെറുതാക്കി കളഞ്ഞു. അവൻ ഈ പുല്ലിൽ എവിടെയോ ഉണ്ട്. വീർ, ബൈ ബൈ, സീ യു, താങ്ക് യു. വീർ, നീ പാർക്കിൽ എവിടെ ഉണ്ടെന്നാണ് ഇത് പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഈ ട്രാക്കർ മെഷീൻ ഉപയോഗിച്ച് നിന്നെ കണ്ടുപിടിക്കും. ഈ സ്റ്റിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനിത് എടുത്തോണ്ട് വീട്ടിൽ പോവാ. നമുക്കിനി താഴേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവാം. മിണ്ടാതെ ഇങ്ങോട്ട് വാ. വീർ, നീ ഇതെങ്ങോട്ടേക്കാ പോകുന്നത്? ഓ
ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ ഈ കിളി ഇപ്പൊ വന്നത്? അതേ തേനീച്ചയെ തിന്നാണെങ്കിൽ നമ്മളും ആ കിളീന്റെ വീട്ടിലേക്ക് പോകും.